അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബേസിൽ തന്നെയാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 10 വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, കുറച്ച് നിങ്ങളുടെ ലോജിക്കും കൂടെ ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മിസ്റ്റർ കൃഷ്ണ ഈസ് ഗവൺമെൻറ് എംപ്ലോയി. ഹി ഓൺസ് എ ഹൗസ് അറ്റ് ചെന്നൈ, ദ കൺസ്ട്രക്ഷൻ ഓഫ് വിച്ച് വാസ് കംപ്ലീറ്റഡ് ഓൺ 1st February 2018. സോ ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഈ കൺസ്ട്രക്ഷനും ഡേറ്റും ഒക്കെ തന്നാൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ അയാൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് 1st February 2018 ആണ്. അയാൾ അതിനെ ഒക്യുപ്പൈ ചെയ്തു. അതിനുശേഷം ആൻഡ് വാസ് ഒക്യുപ്പൈഡ് ബൈ ഹിം ഫോർ ഓൺ റെസിഡൻസ്. അതിനുശേഷം അയാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് താമസിക്കുകയും ചെയ്തു. ഹി ടുക്ക് എ ലോൺ ഓഫ് ₹70,000 ഓൺ 1st August 2016 at 12% per annum. അപ്പം ലോൺ എമൗണ്ട് തന്നിട്ടുണ്ട്, എടുത്തത് ഡേയും തന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസിന് വേണ്ടിയാണ് എടുത്തത്. നത്തിങ് ഹാസ് ബീൻ റീപെയ്ഡ് ഔട്ട് ഓഫ് ദ ലോൺ. സോ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ഇൻട്രസ്റ്റ് ഒന്നും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പേയ്മെൻറ്റ് വന്നോ ഇല്ലേ അതൊന്നും കാര്യമല്ല, ഡ്യൂ ആയാൽ നമ്മൾ അതിനെ എടുക്കും. അതായത് ഇൻട്രസ്റ്റ് എത്രയാണോ അത് കംപ്ലീറ്റ് നമ്മൾ എടുക്കും. പേയ്മെൻറ്റ് നടത്തിയോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. മുനിസിപ്പൽ ടാക്സിന് നേരെ തിരിച്ചാണ്, പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ദെൻ അതർ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ 45,000 നിങ്ങൾക്ക് അറിയാം. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആണ്, അപ്പം എടുക്കാൻ പാടില്ല. പെയ്ഡ് ആണെങ്കിലും എടുക്കാവും. ദെൻ റിപ്പയേഴ്സ്, അത് നമ്മൾ എന്തായാലും എടുക്കത്തില്ല. റിപ്പയേഴ്സ് എന്താ എടുക്കാത്തത്? റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ഓണറിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടായ ചിലവാണ്, ടെനൻറ്റിന് വേണ്ടിയിട്ടുണ്ടായതല്ല. ടെനൻറ്റ് ആവശ്യപ്പെട്ടിട്ട് റിപ്പയർ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് എങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം. ഇതല്ലാതെ നടത്ത റിപ്പയർ അല്ലേ, എടുത്ത് പറയുന്നുണ്ടോ ടെനൻറ്റ് പറഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നും അല്ലല്ലോ. സോ സാധാരണ റിപ്പയേഴ്സ് നമ്മൾ എടുക്കാറില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും. ഇൻട്രസ്റ്റ് എന്ന് കണ്ടാൽ നമ്മൾ എടുക്കണം, വെറുതെ റിപ്പയർ എന്ന് കണ്ടാൽ എടുക്കത്തില്ല. അങ്ങനെയും ഡൗട്ട് വന്ന കുറച്ച് കുട്ടികളുണ്ട്, വെറുതെ റിപ്പയർ എന്ന് വന്നാൽ എന്താ എടുക്കാത്തതെന്ന്. റിപ്പയർ എന്ന് വന്നാൽ നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റിപ്പയർ എന്ന് പറഞ്ഞാലേ എടുക്കത്തുള്ളൂ. ദെൻ he was transferred to Kolkata on 1st October 2019 where he resides in a rented house at the rate of 5,000 per month. അപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഇയാളൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഇയാൾ നേരത്തെ ചെന്നൈയിലായിരുന്നു താമസിച്ചത്. അപ്പം October 1 ഇയാളെ കൊൽക്കട്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ കൊൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പം അയാൾ അവിടെ ഒരു വീട് എന്തെടുത്തു, വാടകയ്ക്ക് എടുത്തു. 5,000 രൂപ പ്രതിമാസമാണ് വാടക കാശ്. ആസ് പെർ അഗ്രിമെൻറ്റ് ഹി പെയ്ഡ് മുനിസിപ്പൽ ടാക്സസ് ₹1,000 ഫോർ ദ റെൻറ്റഡ് ഹൗസ്. അപ്പോൾ ഇയാൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട് 1000 രൂപ. ഏതിന്? ഈ റെൻറ്റഡ്, ഇയാൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്. ഹിസ് ഹൗസ് അറ്റ് ചെന്നൈ വാസ് ലെറ്റ് ഔട്ട് ഓൺ 1st December 2019 അറ്റ് ₹4,000 പെർ മന്ത്. അപ്പം ഇയാളുടെ ചെന്നൈയിലുള്ള വീട് അയാൾ December 1 മുതലാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്, 4,000 പെർ മന്താണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളുടെ ലോജിക്കിനെ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ഏരിയയിൽ ഒരു ജനറൽ നോളജ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടു, 2 റേറ്റ് പറയുന്നുണ്ട്. ഒന്ന് 5,000 പെർ മന്ത്, ഞാൻ റെൻറ്റിൻ്റെ റേറ്റാണ് പറയുന്നത്. ഒന്ന് 5,000 പെർ മന്ത് എന്ന് പറയുന്നൊരു റേറ്റും പറയുന്നുണ്ട്. പിന്നൊന്ന് അവസാനം 4,000 പെർ മന്ത് എന്നും പറയുന്നുണ്ട്. ഇതിലേതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അപ്പം നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഫുൾ എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനാണ്. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് വരുമാനം കിട്ടുന്നത്? നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ ഓണറായിരിക്കുന്ന വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലേ? നമ്മളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് കാശല്ലേ പോകുന്നത്, ഇങ്ങോട്ടൊന്നും കാശ് കിട്ടില്ല. നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ടെനൻ്റാണ്. അതേസമയം നമ്മുടെ വീട് നമ്മൾ വാടകയ്ക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓണറാണ്. ഈ ഓണറിന് കിട്ടുന്ന വരുമാനമാണ് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത്? ഈ മിസ്റ്റർ കൃഷ്ണന് ചെന്നൈയിൽ ശരിക്കും അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഹി ഓൺസ് ദാറ്റ് ഹൗസ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. പക്ഷേ ഇയാൾ ട്രാൻസ്ഫർ ആയിട്ട് കൊൽക്കട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നൊരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ചെന്നപ്പോൾ അയാൾ 5,000 രൂപ മാസം തോറും കൊടുക്കേണ്ട ഒരു വീട് വാടകയ്ക്ക് എടുത്തു. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? കൊൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ അവിടുത്തെ ആരായി? ടെനൻ്റായി മാറി. അതായത് വേറെ ഏതോ ഒരുത്തൻ്റെ വീട്, ആ വീട്ടിൽ 5,000 രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ട് അയാൾ അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോഴും ഇയാളെ ചെന്നൈ എന്ന് പറയുന്ന വീട് എന്താണ്? ഇയാളുടെ സ്വന്തം വീട്. അപ്പോൾ ചെന്നൈയിൽ ഇയാൾ ഇവിടുത്തെ ഓണറാണ്, ആ വീടിൻ്റെ ഓണറാണ്. അതേസമയം കൊൽക്കട്ടയിൽ അയാൾ അവിടുത്തെ ടെനൻ്റാണ്. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇയാൾക്ക് എത്രത്തോളം വരുമാനം കിട്ടി, വീട്ടിൽ നിന്ന് വരുമാനം കിട്ടിയ കാര്യം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ചെന്നൈയിലല്ലേ ഇയാളുടെ യഥാർത്ഥ വീട്, അവിടെയല്ലേ ഇയാൾ ഓണറായിട്ടുള്ളൂ. അപ്പോൾ ചെന്നൈയിലെ വീട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ കൊൽക്കട്ടയിലെ വീട് ആര് നോക്കും?
കൊൽക്കട്ടയിലെ വീട് കൊൽക്കട്ടയിലെ ഓണറിൻ്റെ കാര്യം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കും. കൊൽക്കട്ടയിലെ ഓണറിനെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അതിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആരാണോ ഓണർ അയാൾക്കാണ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ അയാളുടെ കാര്യം മാത്രം, അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് ഉള്ള വീടിനെ പറ്റി മാത്രം നോക്കിയാൽ മതി. ഈ കേസിൽ മിസ്റ്റർ കൃഷ്ണൻ ഓണർഷിപ്പ് ഉള്ളത് ചെന്നൈയിലെ വീടാണ്. അപ്പോൾ ചെന്നൈയിലെ വീടിൻ്റെ വരുമാനം അല്ലെങ്കിൽ ചെന്നൈയിലുള്ള വീടിന് കൊടുത്ത മുനിസിപ്പൽ ടാക്സ് മാത്രമേ നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ ഒരു മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയത് പറഞ്ഞു, പക്ഷെ അത് ഏതിനാണ്? റെൻറ്റഡ് ഹൗസിനാണ്. അതായത് കൊൽക്കട്ടയിലുള്ള വീടിനാണ് ഇയാൾ എന്ത് കൊടുത്ത? മുനിസിപ്പൽ ടാക്സ് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ ടെനൻ്റാണ് ഇയാൾ. കൊൽക്കട്ടയിൽ ഇയാൾ താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആരുടെ കേസിൽ എടുക്കുകയുള്ളൂ? കൊൽക്കട്ടയിലെ വീടിൻ്റെ ഓണറിൻ്റെ കേസ് എടുക്കൂ. ആ ഓണർ ആരാന്ന് നമുക്ക് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ കൃഷ്ണനുണ്ടായ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണയുടെ വീട് ചെന്നൈയിലാണ്. ചെന്നൈയിലെ വീടിന് മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയത് പറയുന്നുണ്ടോ? തുടക്കത്തിലൊരു മുനിസിപ്പൽ ടാക്സ് ഡ്യൂ പറയുന്നുണ്ട്, പേയ്മെൻറ്റ് നടത്തിയൊന്നും പറയുന്നില്ല. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഇല്ല. അപ്പം അതൊരു ലോജിക്കൽ ടെസ്റ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു സംഭവം മനസ്സിലായി എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മുനിസിപ്പൽ വാല്യൂ അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫെയർ റെൻ്റൽ വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സോ മുനിസിപ്പൽ വാല്യൂ നിങ്ങൾക്ക് ആനുവൽ വാല്യൂ വരെ കുഴപ്പമില്ലാതെ കണ്ടുപിടിക്കാം, കാരണം വേറെ അൺറിയലൈസ്ഡ് റെൻ്റ് ഒന്നുമില്ല. ആക്ച്വൽ റെൻ്റ് എടുക്കുമ്പോൾ എത്ര എടുക്കും? 4000 ഇൻറ്റു ഡിസംബർ 1 തൊട്ടല്ലേ കൊടുത്തത്. സോ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം. 4000 ഇൻറ്റു 4 16,000 എന്നായിരിക്കും ആനുവൽ റെൻ്റ് ആക്ച്വൽ റെൻ്റ് വരുന്നത്. ആനുവൽ റെൻ്റ് എന്ന് എഴുതണ്ട, ആക്ച്വൽ റെൻ്റ് എന്ന് എഴുതിയാൽ മതി, കാരണം ഒരു വർഷം ഫുള്ള് റെൻ്റ് കൊടുത്തില്ലല്ലോ. സോ ആനുവൽ എഴുതണ്ട, ആക്ച്വൽ റെൻ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യാൻ അൺറിയലൈസ്ഡ് റെൻറ്റോ അങ്ങനെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പയർ ചെയ്ത് വിച്ചർ ഈസ് ഹയർ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. അത് തന്നെയായിരിക്കും ആനുവൽ വാല്യൂ, കാരണം മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ആനുവൽ വാല്യൂ ആയിട്ട് വരും. ആനുവൽ വാല്യൂന്ന് ലെസ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇൻട്രസ്റ്റ് എടുക്കുമ്പം ഞാൻ പറഞ്ഞു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും ഉണ്ട്, കറണ്ട് ഇയർ ഇൻട്രസ്റ്റും ഉണ്ട്. കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. 70,000 12% ഡയറക്റ്റ് അങ്ങ് എടുത്താൽ മതി, അതായിരിക്കും കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. ദെൻ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പം ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്ത ഏത് വർഷമാണെന്ന് നോക്കണം. 1 ഫെബ്രുവരി 2018 കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നതാണ്? 2018 കംപ്ലീറ്റ് ആവുന്ന വർഷമാണ് 1 ഫെബ്രുവരി. സോ 2017-18 വരുന്ന ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ 2017-18 അവരുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പം നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുന്നിലുള്ള ഫിനാൻഷ്യൽ ഇയർ വരെ ആയിരിക്കും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് ഏതാണ്? 2016-17. ഇപ്പം ഇതാണ് നമ്മുടെ അവസാനിക്കുന്ന വർഷം. അങ്ങനെയെങ്കിൽ തുടക്കമുള്ള വർഷം ഏതാണ്? അത് ക്വസ്റ്റിൽ കാണും. ഇയാൾ ലോൺ എടുക്കുന്ന ഡേറ്റ് പറയുന്നുണ്ട്. ലോൺ എടുക്കുന്ന ഡേറ്റ് August 1, 2016 ആണ്. അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ തീരുന്നത് 2017-18 സോറി 2017-18 കൺസ്ട്രക്ഷൻ തീരുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വർഷമാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയ വർഷം അല്ലെങ്കിൽ ഈ ലോൺ എടുത്ത വർഷം ഏതെങ്കിലും ഒരു ഡേ തുടക്കം തന്നിട്ടുണ്ടാവും. 1 August 2016 അപ്പം അത് ഏത് വർഷം വരുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ? ഈ വർഷം തന്നെയാണ് അത് വരുന്നത്. സോ ഈ ഒരു വർഷം തന്നെയാണ് തുടങ്ങുന്നത്, ഈ ഒരു വർഷം തന്നെയാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ മാർച്ച് 31, 17 വരെ അത്രയും മാസങ്ങളെ എടുക്കുന്നുള്ളൂ. സോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 8 മാസം. 8 മാസമാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഇത് അവസാനിക്കുന്ന വർഷമായതുകൊണ്ട് ഇത് നമ്മൾ എടുക്കില്ല, ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വർഷം വരെ എടുക്കുകയുള്ളൂ. ആ ഒരു റൂൾ പ്രകാരമാണ് തുടക്കം തൊട്ട് അവസാനം വരെ എന്നുള്ള രീതിയിൽ 8 മാസം. ഈ 8 മാസമാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ 8 മാസം ആയതുകൊണ്ട് 70,000 ലോണ് ഇൻറ്റു 12% പെർ ആനം ആണ്. ഇൻറ്റു എത്രയാണ്? 8 മാസമല്ല, അപ്പോൾ 8/12. ഇതെങ്ങനെ വന്നു? ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ ഒരു മാസത്തെ കിട്ടും. ഇത് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. ഡിവൈഡ് ബൈ 12 ചെയ്താൽ ഒരു വർഷത്തേക്ക് കിട്ടും, ഒരു മാസത്തേക്ക് കിട്ടും. അങ്ങനെ എത്ര മാസം? 8 മാസം. സോ ഇൻറ്റു 8. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കിട്ടും. ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇൻറ്റു 1/5 ചെയ്യണം. ആ എമൗണ്ട് വേണം, ഇൻറ്റു 1/5 ചെയ്ത എമൗണ്ട് വേണം നിങ്ങൾ എവിടെ എഴുതാൻ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞ് എഴുതി ലെസ് ചെയ്യാൻ. ഓക്കെ, ഇനി വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഹൗസ് ഫോർ വിച്ച് എ പാർട്ട് ഓഫ് പോർഷൻ ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് അതർ പാർട്ട് ഈസ് ലെറ്റ് ഔട്ട് ഫോർ ദ പ്രീവിയസ് ഇയർ. ഇപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു ഒരേ വർഷം തന്നെ കുറച്ച് നാൾ, അത് കുറച്ച് നമ്പർ ഓഫ് പീരീഡാണ്, കുറച്ച് മാസങ്ങളിൽ വീട് സെൽഫ് ഓക്യുപ്പൈ ചെയ്തു, ബാക്കി കുറച്ച് പീരീഡിൽ ലെറ്റ് ഔട്ട് ചെയ്തു.
ഇത് പീരീഡിൻ്റെ ബേസിലാണ് നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇനി ചിലപ്പം കഴിഞ്ഞ വർഷം തന്നെ ഒരു വീട് തന്നെ ആ വീടിൻ്റെ കുറച്ച് ഭാഗം, ഇതൊരു വീടാണെന്ന് വെച്ചു, ഞാൻ വീട് ചുമ്മാ വരച്ചത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഈ വീടിൻ്റെ കുറച്ച് ഭാഗം സെൽഫ് ഒക്യുപ്പൈയും ചെയ്യുന്നു, കുറച്ച് ഭാഗം അയാൾ വാടകയ്ക്കും കൊടുത്തു. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ നമ്മൾ 2 നിലയൊക്കെ കെട്ടാറുണ്ട്. താഴത്തെ നില താമസിക്കും, മേളത്തെ നില വാടകയ്ക്കും കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒറ്റ വീടാണ്, പക്ഷേ അതിൻ്റെ കുറച്ച് പോർഷൻ വാടകയ്ക്ക് കൊടുത്തു, കുറച്ച് പോർഷൻ അങ്ങനെ അവർ താമസിക്കുന്നു. അങ്ങനത്തെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാടകയ്ക്ക് കൊടുത്ത പോർഷൻ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യണം, സെൽഫായിട്ട് താമസിക്കുന്ന ആ ഒരു ഭാഗം സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടും ചെയ്യണം. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് മിസ്റ്റർ രാജഗോപാൽ ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ബാംഗ്ലൂർ കൺസിസ്റ്റിംഗ് 3 യൂണിറ്റ്സ്. അപ്പോൾ അയാളുടെ സ്വന്തം വീടാണ്, അതിൽ തന്നെ എത്ര യൂണിറ്റ് ഉണ്ട്? 3 യൂണിറ്റ് ആയിട്ട് അയാൾ തരം തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ്, സെക്കൻഡ് വൺ ഈസ് ലെറ്റ് ഔട്ട്, ആൻഡ് ദ തേർഡ് വൺ ഈസ് യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ്. ഓക്കെ, സോ അതിലെ ഓരോ ഐറ്റം തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻ്റ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കണ്ടോ? ലൈക്ക് ഇന്ന പീരീഡ് തൊട്ട് ഇന്ന പീരീഡ് വരെ സെൽഫ് ഒക്യുപ്പൈ, ഇന്ന പീരീഡ് തൊട്ട് അടുത്ത പീരീഡ് വരെ ലെറ്റ് ഔട്ട്, അങ്ങനെയല്ല. ഇതിലെ കുറച്ച് പോർഷൻ ലെറ്റ് ഔട്ട്, അതായത് ഇതിൻ്റെ കുറച്ച് യൂണിറ്റ്, ഇപ്പം 3 യൂണിറ്റ് എന്നല്ലേ പറഞ്ഞത്, അതിൽ 1 യൂണിറ്റ് വാടകയ്ക്ക്, 1 യൂണിറ്റ് സെൽഫ് ഒക്യുപ്പൈഡ്, 1 യൂണിറ്റ് സ്വന്തം ബിസിനസ്സിനാണ്. സ്വന്തം ബിസിനസ് വന്നാൽ കമ്പ്യൂട്ട് ചെയ്യല്ലേ. അതായത് ഓൺ ബിസിനസ് എക്സെംപ്റ്റഡ് ഇൻകം ആണ്. ഓൺ ബിസിനസ് നമ്മൾ ചെയ്യത്തേ ഇല്ല, സോ അത് ചെയ്യേ വേണ്ട. ഓൺ ബിസിനസ് എടുക്കുന്നത് ചെയ്യണ്ട. നമുക്ക് ചെയ്യേണ്ടത് ലെറ്റ് ഔട്ടും സെൽഫ് ഒക്യുപ്പൈഡും ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ കണ്ടുപിടിക്കണം. അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലെറ്റ് ഔട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് എഴുതാം. അപ്പോൾ ഈ കേസിൽ യൂണിറ്റ് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ യൂണിറ്റ് എന്ന് തന്നെ ആൻസറിലും എഴുതുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ലെറ്റ് ഔട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെ എഴുതണേ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ലെറ്റ് ഔട്ട് യൂണിറ്റ്. അത് ചെയ്യുമ്പം എല്ലാം 1/3 വേണം എടുക്കാൻ. അതായത് മുനിസിപ്പൽ വാല്യൂ തന്നിരിക്കുന്നത് മുഴുവൻ 3 യൂണിറ്റിൻ്റെയും കൂടെ ചേർത്ത്, അതായത് മൊത്തം വീടിൻ്റെ മുനിസിപ്പൽ വാല്യൂ ആണ് 1,20,000. ഇതിൽ 1/3 ഭാഗമാണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഭാഗമല്ലേ, 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് വീട് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ഭാഗമാണ് അയാൾ വാടകയ്ക്ക് കൊടുത്തത്. അപ്പോൾ ശരിക്കും നമ്മൾ വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ കണക്കെടുക്കുമ്പം ആ ടോട്ടൽ വാല്യൂവിൻ്റെ 1/3 ഭാഗം കണ്ടാൽ മതി. അതായത് 1,20,000 ഇൻറ്റു 1/3 ചെയ്താൽ മതി. 3ൽ ഒരു ഭാഗമാണ് ലെറ്റ് ഔട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം 40,000 എന്ന് കിട്ടും. അതുപോലെ ഫെയർ റെൻ്റൽ വാല്യൂ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ എമൗണ്ട് എന്തെടുക്കണം? 1/3ലേക്ക് മാറ്റണം. അത്രയേ ഉള്ളൂ വരുന്നൊരു വ്യത്യാസം. 44,000 എന്ന് കിട്ടും. ഫെയർ റെൻ്റൽ വാല്യൂ 44,000 എന്ന് കിട്ടും. അപ്പോൾ വിച്ച് എവർ ഈസ് ഹയർ 44,000 എന്ന് തന്നെ വരും. ദെൻ അതും സ്റ്റാൻഡേർഡ് റെൻറ്റും 44,000 വിച്ച് എവർ ഈസ് ഹയർ. ദെൻ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നതും ഇവിടെ 1,08,000 ആണ്, അതിൻ്റെ 1/3 എടുക്കണം. എല്ലാം എന്ത് ചെയ്യണം? ഇൻറ്റു 1/3 ചെയ്യണം. അപ്പോൾ 36,000 എന്ന് വരും. വിച്ച് എവർ ഈസ് ലോവർ 36,000 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്? എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇനി എന്ത് ചെയ്യും? ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? ക്വസ്റ്റിൽ പറയുന്നുണ്ട് റെൻറ്റ് ഓഫ് ലെറ്റ് ഔട്ട് പോർഷൻ പെർ മന്ത് 3,500, അൺറിയലൈസ്ഡ് റെൻറ്റ് 3,500. ബാക്കി നിങ്ങൾ താഴോട്ട് നോക്കണം, ലോസ് ഡ്യൂ ടു വേക്കൻസി എന്തെങ്കിലും അല്ലെങ്കിൽ എക്സ്പെൻസസ് എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന്. റിപ്പയർ ഇൻഷുറൻസ് ഒന്നും വന്നാൽ എടുക്കത്തില്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എടുക്കത്തുള്ളൂ. സോ ഇവിടെ റെൻറ്റ് എത്രയാണ്? 3,500. അപ്പോൾ ഈ കേസിൽ 3,500 ഇൻറ്റു എത്ര മാസം ചെയ്യും? പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻറ്റു ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കൊന്നും ഇൻറ്റു ചെയ്യാത്തത് ആനുവൽ റെൻറ്റ്. കറക്റ്റ് ഒരു വർഷത്തെ റെൻറ്റ് തന്നാൽ നമ്മൾ ഇൻറ്റു 12 ചെയ്യണ്ട. പെർ മന്ത് വന്നാൽ നിങ്ങൾ എപ്പോഴും, അത് നിങ്ങൾ അക്കൗണ്ടൻസിലും ചെയ്യുന്നതാണ്, ഇൻറ്റു 12 ചെയ്യുന്നു. സോ ഇൻറ്റു 12, കാരണം ഇതൊരു വർഷത്തേക്ക് കൊടുത്തു, ഒരു പോർഷൻ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്, അല്ലാതെ ഇത്രയും പീരീഡ് താമസിച്ചു അങ്ങനെയല്ല, വാടകയ്ക്ക് കൊടുത്തു എന്നല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 12. അതിൽ നിന്ന് മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 3,500. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 38,500 എന്ന് ആക്ച്വൽ റെൻറ്റ് കിട്ടും. 38,500 ആണ്. അപ്പോൾ അടുത്തത് നമ്മളിനി കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുമ്പോൾ 38,500 എന്ന് കിട്ടും. അത് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടും വരുന്നത്, കാരണം ലോസ് ഡ്യൂ ടു വേക്കൻസി ഒന്നും ഇല്ല. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23 മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് എന്താണ് തന്നിരിക്കുന്നത്? കണ്ടോ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 14,400. അതും എന്തെടുക്കണം? 1/3 എടുക്കണം.
എല്ലാം എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് എല്ലാം എന്താണ് 3 വീടിനെ അല്ലെങ്കിൽ 3 യൂണിറ്റിൻ്റെയും കൂടെ ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 1/3 എടുക്കുന്നത്. അപ്പോൾ മുനിസിപ്പൽ ടാക്സിൻ്റെ 14,400ൻ്റെയും 1/3 എടുക്കുമ്പോൾ 4,800 എന്ന് കിട്ടും. ഇവിടെ 1/3 എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 33,700 എന്നാണ് ആനുവൽ വാല്യൂ വരുന്നത്. ഇനി ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഇതിൻ്റെ ഈ 33,700ൻ്റെ 30% എന്ന് പറയുമ്പോൾ 10,110, അതായത് 10,110 എന്ന് വരും. ദെൻ എന്തും കൂടെ കുറയ്ക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടെ കുറയ്ക്കണം. ആനുവൽ വാല്യൂ 33,700 എന്ന് വരും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 10,110 എന്ന് വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ, അപ്പോൾ ഇവിടെ അണ്ടർ സെക്ഷൻ 24 എന്ന് എഴുതാൻ മറക്കല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ലോണും ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 96,000 ആണ്. അപ്പോൾ അതിൻ്റെയും 1/3 കണ്ടുപിടിക്കണം. 96,000ൻ്റെ 1/3 എന്ന് പറയുമ്പം ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഒക്കെ 1/3 കണ്ടുപിടിക്കണം. വേറെ ഒന്നിൻ്റെ 1/3 എടുക്കരുത്. അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 1/3 അങ്ങനെ ഒന്നും എടുത്ത് കളയല്ലേ, അതൊക്കെ അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാം 3 യൂണിറ്റും കൂടെ ചേർത്തായതുകൊണ്ടാണ് നമ്മൾ 1/3 എടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയാണ്? 96,000ൻ്റെ 1/3 എടുക്കുമ്പോൾ 32,000 എന്ന് വരും. അപ്പം അങ്ങനെ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് ലോസ് ആണ് നിങ്ങൾക്ക് വരുന്നത് -8,410 എന്ന് വരും. ഇതാണ് ലെറ്റ് ഔട്ട് പോർഷൻ. അതുപോലെ എന്ത് ചെയ്യണം? സെൽഫ് ഒക്യുപ്പൈഡ് ചെയ്യണം. സെൽഫ് ഒക്യുപ്പൈഡ് ചെയ്യുമ്പം എളുപ്പമാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. സെൽഫ് ഒക്യുപ്പൈഡ് ചെയ്യുമ്പം എളുപ്പമാണ്. അതായത് ആനുവൽ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഹെഡിങ് എഴുതണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് യൂണിറ്റ്, അങ്ങനെ ഹെഡിങ് എഴുതണം. ആനുവൽ വാല്യൂ 0 ആണ്. പിന്നെ എന്താണ് ഇതിൽ നിന്ന് കുറയ്ക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? മൊത്തം 3 യൂണിറ്റിനും കൂടെ ചേർത്തിട്ടാണ് നേരത്തെ പറഞ്ഞ് 96,000 വരുന്നത്. അപ്പോൾ 96,000 എന്തെടുക്കണം? 1/3 എടുക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നേരത്തെ കിട്ടിയ പോലെ തന്നെ 32,000 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു, സെൽഫ് ഓക്യുപ്പൈഡിന് ലിമിറ്റൊക്കെ ഉണ്ട്. ഈ കേസിൽ ലോൺ എടുത്തിരിക്കുന്നത് പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി. ഇപ്പോൾ കൺസ്ട്രക്ഷനും പർച്ചേസിനും ഒക്കെ ആണെങ്കിൽ ലിമിറ്റ് 2 lakh ആണ്. റിപ്പയർ, റിന്യൂവൽ, റീകൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ 30,000 ആണ്. ഈ കേസിൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് 2 lakh വരെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെടുക്കാം? 32,000 ഫുൾ എടുക്കാം. സോ നമുക്കിവിടെ ലോസ് -32,000 എന്ന് വരും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ നോക്കണം. ലെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറയുന്നത് ലെറ്റ് ഔട്ട് യൂണിറ്റിന് -8,410 എന്ന് വന്നു. സെൽഫ് ഒക്യുപ്പൈഡിന് -32,000 എന്ന് വന്നു. അങ്ങനെ ടോട്ടൽ ലോസ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് -40,410 എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പം നെറ്റ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ട് ഇതും കൂടെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഇതുപോലെ തന്നെ കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും ഇതുപോലെ ഒരു ഹൗസ് പ്രോപ്പർട്ടി തന്നെ പലതായിട്ട് ഭാഗിക്കുന്നു. 1/3 ഓൺ ബിസിനസ്, ഞാൻ പറഞ്ഞു സ്വന്തം ബിസിനസ്സിനാണ് അത് കമ്പ്യൂട്ട് ചെയ്യണ്ട. ഓൺ റെസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഒക്യുപ്പൈഡ്. സോ ഇതിന് ചെയ്യണം. അതുപോലെ 1/3 ടെനന്റിന് കൊടുത്തു, അതായത് ലെറ്റ് ഔട്ടിന് കൊടുത്തു എന്നാണ്. 5,000 പെർ മന്ത് ആണ് ആക്ച്വൽ റെന്റ്. സോ ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 12, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ രാജ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. അയാൾക്ക് ലെറ്റ് ഔട്ട് വാടക റെൻറ്റ് കിട്ടുന്നത് 20,000 പെർ മന്ത് ആണ്. മുനിസിപ്പൽ ടാക്സ് 25,000 ആണ്. അതിൽ 50%, അതായത് അതിൻ്റെ പകുതി ടെനൻ്റാണ് കൊടുക്കുന്നത്. ദ ടാക്സ് ആക്ച്വലി പെയ്ഡ് ഓൺ 15/4/2020 സോ ഈ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണ്? 15/04/2020. അത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണോ അല്ലേ? ഇനി അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-2020 ആണ്. അതായത് 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെ ഉള്ളൂ നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ പീരീഡിനുള്ളിൽ അടച്ചാൽ മാത്രമേ എടുക്കാവൂ. ഇത് അടച്ചിരിക്കുന്നത് എന്നാണ്? 2020 ഏപ്രിൽ എന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ആയി മാറി.
ഇനി ഈ വർഷമൊക്കെ അടയ്ക്കുന്ന എപ്പോഴായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? അടുത്ത വർഷമേ ഇനി എടുക്കുകയുള്ളൂ. കാരണം അടുത്ത വർഷം ആകുമ്പോഴേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ 2021 എന്ന് പറയുന്ന ഈ ഒരു വർഷം പ്രീവിയസ് ഇയർ ആവുന്നത് അടുത്ത വർഷമാണ്. അതായത് 2021-22 ആകുമ്പോഴത്തേക്കുമേ ഈ ഒരു വാല്യൂ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുനിസിപ്പൽ ടാക്സ് എടുക്കത്തില്ല. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. കാരണം നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഡേറ്റ് അല്ല തന്നിരിക്കുന്നത്. സോ അത് ഒരു കാര്യം. ദെൻ he had borrowed from his cousin resident in USA a sum of ₹10,000 for the construction of property on which interest at 10% is payable. അപ്പോൾ അത് ലോൺ തന്നെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. 10,000 ആണ് ലോൺ എമൗണ്ട്, 10 lakh ആണ് 10 lakh ആണ് ലോൺ എമൗണ്ട്, 10% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ വേറെ കൺസ്ട്രക്ഷൻ പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് പ്രീ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ല. ഡയറക്റ്റ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നും പറഞ്ഞുകൊണ്ട് 10 lakh ഇൻറ്റു 10% എടുക്കണം. ദെൻ ഹി ഹാസ് ഓൾസോ റിസീവ്ഡ് അരിയേഴ്സ് ഓഫ് റെൻറ്റ്. അപ്പോൾ ഇത് റെൻറ്റ്, അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട സാധനമാണ് വിച്ച് വാസ് നോട്ട് ചാർജ് ടു ടാക്സ് ഇൻ ദ ഏർലിയർ ഇയേഴ്സ്. അപ്പം നേരത്തെ ടാക്സ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിനി എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. സോ ഇത് ആഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഇൻകം? അത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 30. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വേറെ ഡൗട്ട് വരത്തില്ല. മുനിസിപ്പൽ ടാക്സിന് തന്നെ ഒരു നേരത്തെ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു സംഭവം തന്നെയാണ്. മുനിസിപ്പൽ വാല്യൂവിൻ്റെ 40% ആണ്. അപ്പോൾ അയാൾ അടയ്ക്കുന്നത് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2018-19 20,000 ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2019-20 20,000 അപ്പോൾ ഇയാൾ അടയ്ക്കുന്നത് 2 വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അടച്ചത് എപ്പോഴാണ്? പ്രീവിയസ് ഇയറിൽ തന്നെ അടച്ച കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം അടയ്ക്കുന്നത് പ്രീവിയസ് ഇയറിൽ തന്നെയാണ്. ഏത് വർഷത്തിന് വേണ്ടിയാണ് അടയ്ക്കുന്നത് എന്നുള്ളതാണ്, അത് നമ്മൾ കാര്യമാക്കില്ല. അത് ഏത് വർഷത്തിന് വേണോ അടയ്ക്കാം. ഏത് വർഷത്തിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അടയ്ക്കണം. അത് ഏതൊക്കെ വർഷങ്ങൾക്ക് വേണ്ടി വേണോ അടയ്ക്കാം. അതായത് പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ അടയ്ക്കാം. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇയേഴ്സിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ അടയ്ക്കാം. പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള ഇയേഴ്സിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ അടയ്ക്കാം. അപ്പോൾ എന്നാണ് അടയ്ക്കേണ്ടത്? പ്രീവിയസ് ഇയറിൽ അടയ്ക്കണം, അത്രേ പറയുന്നുള്ളൂ. ഏത് വർഷത്തിൻ്റെ ആണെന്നുള്ളത് നമുക്കൊരു കാര്യമല്ല. സോ ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ അടയ്ക്കുന്നതായതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ എടുക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല കണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ അടയ്ക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷത്തിൻ്റെ ഡേറ്റ് ആണ്, നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ഡേറ്റ് അല്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഓക്കെ, പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 14. ഇതിൽ നിങ്ങൾ തെറ്റിക്കരുത്. അതായത് ഇതിൽ 2 വീട് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, 2 വീട് ലെറ്റ് ഔട്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന് ആവശ്യമില്ലാതെ എഴുതരുത്. ഈ ക്വസ്റ്റ്യനിൽ എത്ര വീടാണ് സെൽഫ് ഒക്യുപ്പൈഡ്? 2 വീടേ ഉള്ളൂ. 2ൽ കൂടുതൽ സെൽഫ് ഒക്യുപ്പൈഡ് വന്നാൽ അപ്പോഴാണ് മൂന്നാമത്തെ സെൽഫ് ഒക്യുപ്പൈഡിനെ നമ്മൾ ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടൊക്കെ എടുക്കുക, വിശ്വസിക്കേണ്ട അവസ്ഥ വരുന്നത്. ഈ കേസിൽ ലെറ്റ് ഔട്ട് എന്ന് ക്വസ്റ്റിനെ ഡയറക്റ്റ് പറയുന്നുണ്ട്. കൂടാതെ 2 സെൽഫ് ഒക്യുപ്പൈഡേ ഉള്ളൂ, മൂന്നാമതൊരു സെൽഫ് ഒക്യുപ്പൈഡ് ഇല്ല. അപ്പം നമുക്കിവിടെ ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്നൊന്നും എടുക്കണ്ട. സെൽഫ് ഒക്യുപ്പൈഡിന് തെറ്റിക്കരുത്, ഇനിയെങ്കിലും തെറ്റിക്കരുത്. ഈ മുനിസിപ്പൽ വാല്യൂ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യത്തില്ല. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് നേരെ ആനുവൽ വാല്യൂ 0 ആയിരിക്കും. ഇതിനും ആനുവൽ വാല്യൂ 0, അവിടെ നിന്നേ തുടങ്ങാവൂ. ഹൗസ് 1നും ഹൗസ് 3ക്കും നിങ്ങൾ കറക്റ്റായിട്ട് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആകുകയാണ്. ഇത് കൂടാതെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കാം. അതല്ലാതെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുകയും വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. സോ ബെസ്റ്റ് വിഷസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂൾ തുടങ്ങാം. താങ്ക് യു.